നീണ്ട 17 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയ സൈനികനായ ഷാൻ ആറിന് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരവ് നൽകി. പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. നീണ്ട 17 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ഗ്രൂപ്പ് അംഗം ഷാൻ ആറിന് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത്. 17 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 1 എഞ്ചിനീയർ റെജിമെന്റിൽ സർവീസ് ചെയ്തിട്ട് തൻ്റെ സൈനിക സേവനം പൂർത്തിയാക്കി വളരെ സന്തോഷപൂർവ്വം പിറന്ന നാട്ടിലേക്കും വീട്ടിലേക്കും ഷാൻ സർ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഏതൊരു സൈനികനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ യാത്രകളാണ് കൂടുതൽ. എല്ലാ യാത്രകളിലേക്കാട്ടിലും മധുരതരമാണ് വീട്ടിലേക്കുള്ള യാത്ര. 17 വർഷക്കാലം ഭാരതത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ സൈന്യം ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നിസ്വാർത്ഥമായി രാജ്യസേവനം ചെയ്ത് ഏറ്റവും മനോഹരമായൊരു യാത്ര, അതായത് വീട്ടിലേക്കുള്ള യാത്ര അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പട്ടാളത്തിൽ പോകാൻ വേണ്ടി അദ്ദേഹം കയറിയത്. അതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പട്ടാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഹി സലാമത്ത് അദ്ദേഹം അമ്മയുടെ മടിത്തട്ടിലേക്ക്, അച്ഛന്റെ സ്നേഹത്തിലേക്ക്, സഹധർമ്മികളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ സ്നേഹവായ്പിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇതിൽ പരം ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ നിമിഷങ്ങളില്ല. സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സൈനികനും ഓരോ വ്യക്തി അവന്റെ കുടുംബവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അതിരുകളില്ല, ഞങ്ങളുടെ സ്നേഹത്തിന് അതിരുകളില്ല. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ മതമേ ഉള്ളൂ, സൈനികൻ. യൂണിഫോം ഇട്ട്, അത് 17 വർഷമായാലും 30 വർഷമായാലും 35 വർഷമായാലും ഒരു പ്രാവശ്യം യൂണിഫോം ഇട്ട് രാജ്യസേവനം നടത്തിയാൽ അവൻ ഞങ്ങളുടെ സഹോദരനാണ്. ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി എന്തു കാര്യവും ഏത് നിമിഷവും ചെയ്യാൻ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സംഘടന എപ്പോഴും തയ്യാറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചടങ്ങിൽ ഷാന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കലിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പങ്കെടുത്തു. അനിൽകുമാർ നങ്ങ്യാറുകുളങ്ങര, പവിത്രൻ വാത്തുകുളം, വിനയചന്ദ്രൻ കരുവാറ്റ, സുബിത് കരുവാറ്റ, സിബിൻ ചെന്നിത്തല, ബിജു യശോധരൻ മുതുകുളം, ബിജു ടി മഹാദേവിക്കാട്, അജിത്ത് മാവേലിക്കര, മോഹൻദാസ് താമല്ലാക്കൽ, ഗോകുൽ കായംകുളം, രവീന്ദ്രൻ കറ്റാനം, സുനിൽ കായംകുളം എന്നിവർ പങ്കെടുത്തു. भारतीय सेना की जय, भारतीय सेना की जय, भारतीय सेना की जय, वंदे मातरम, वंदे मातरम, वंदे मातरम. CDN ന്യൂസ് കായംകുളം.